പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്, സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒത്തിരി എന്നെക്കാട്ടും എന്താ പറയാ, എനിക്കൊന്നും അങ്ങനെ ചോദിക്കണമെങ്കിൽ കഴിവേ ഇല്ല. ഒത്തിരി കലോത്സവത്തിനൊക്കെ പോയിട്ട് ഒത്തിരി മെഡലുകളൊക്കെ വാരിക്കൂട്ടിയ ആൾക്കാരും സ്പോർട്സിനൊക്കെ പോയിട്ടൊക്കെ ഒത്തിരി കുട്ടികൾ നമ്മൾ അഡ്മയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ലൈക്ക് എന്താ വെച്ചാൽ അവരുടെ ലൈഫില് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പഠിത്തത്തിന്റെ കേസിലാണെങ്കിലും ആർട്സിന്റെ കേസിലാണെങ്കിലും സ്പോർട്സിന്റെ കേസിലായിട്ടാണെങ്കിലും ഒന്നും അല്ല. എന്ന് വെച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും ഒരിക്കലും ഒരു എന്താ പറയുക ഒരു കലോത്സവത്തിന് പോയിട്ട് ഒരു പ്രൈസ് മേടിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ ലൈഫില്. അന്നൊക്കെ എത്രയോ സ്റ്റാറുകളായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു സ്കൂളിലും കോളേജിലൊക്കെ. ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ വേറെ അതെ. അപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഇല്ല. ലൈക്ക് എന്താ പറയാ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെന്നൊന്നും ആർക്കും തോന്നുന്നില്ല. അവരുടെ ഫ്ലോയിലൊക്കെ പോവാന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അവര് ഹൈസ്കൂളിലെ പീക്ക് ചെയ്തു. ലൈക്ക് അല്ല, എനിക്ക് തോന്നുന്നത് അവര് പിന്നീട് എന്താ പറയാ അതിന്റെ ഒരു സാധ്യതയോ അല്ലെങ്കിൽ ലൈക്ക് അവരങ്ങ് ലൈക്ക് ഇപ്പോ നമുക്കൊരു കഴിവുണ്ട്, അതെല്ലാവർക്കും കിട്ടില്ല, അതുകൊണ്ട് അതെടുത്ത് പോണില്ല, അത് തേടി പോണം എന്നുള്ളൊരു സംഭവം അവർക്ക് വന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരും എല്ലാരെയും പോലെ തന്നെ ദിസ് ഈസ് ലൈഫ് എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ കരിയറിലേക്ക് മൂവ് ഓൺ ചെയ്തു. അപ്പോ ലൈക്ക് പക്ഷെ ഞാൻ പറഞ്ഞില്ല ഒരിക്കലും അത് തന്നെയാണ് സക്സസ് ഞാൻ പറയത്തില്ല. അത് അവരുടെ ഇഷ്ടം. അവർക്ക് അവരുടെ പ്രൊഫഷണൽ കരിയറിൽ ഗ്രോത്ത് വരുന്നതാണ് അവർക്ക് സക്സസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സക്സസ്. നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇന്നൊരു സാധനമാണ് സക്സസ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ ലൈഫിൽ ഹാപ്പി ആണെങ്കിൽ അത് സക്സസ് ആയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത്രയും പ്രൊജക്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പണിയാണ്. കാരണം അത് നമുക്ക് നല്ല രീതിയിൽ അറിയണം അതിനെ പറ്റി. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഞാൻ പഠിക്കും, മഗ്ഗപ്പ് ചെയ്യും, പഠിച്ചിട്ട് എക്സാം എഴുതും, നല്ല മാർക്ക് കിട്ടും. അല്ലാതെ ഞാൻ ബിഫാമാണ് പഠിച്ചത്. ബിഫാം ഇതിന്റെ പ്രൊജക്ട് ലെവലിലൊന്നും ഒരു കാര്യം ആഴ്ന്നിറങ്ങി ചെയ്യാനുള്ള അത്രയും ഒരു നോളജ് എനിക്കില്ലായിരുന്നു. അപ്പൊ എപ്പോഴും ഞാനൊരു ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും അവരുടെ ഒരു അണ്ടറിൽ അവരെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫിലോ നമ്മളൊരു കാര്യത്തിൽ നല്ലതല്ല അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ നമുക്കായിട്ടൊരു വേയോ അല്ലെങ്കിൽ ഒരു ഡിസ്കവറീസോ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ കാലാകാലം ഒരാളുടെ അണ്ടറിലേ നിൽക്കത്തുള്ളൂ. ലൈക്ക് നമുക്ക് അതിൽ നമ്മൾ ബെസ്റ്റ് അല്ലെങ്കിൽ ഇഫ് വി ആർ നോട്ട് ബെസ്റ്റ് അറ്റ് വാട്ട് വി ആർ ഡൂയിങ് ജസ്റ്റ് ലീവ് ഇറ്റ്. കാരണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരാളുടെ അണ്ടറിലോ ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കേൾക്കാനോ ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും നമ്മുടെ ഒരു മസിൽ പവറിനോ അല്ലെങ്കിൽ ഒരു മെന്റൽ പവറിനോ ഒക്കെ അവര് യൂട്ടിലൈസ് ചെയ്തിട്ട് അവര് സക്സസ്ഫുൾ ആവും. എനിക്ക് അവിടെ പ്രൊജക്ട് എന്നെ കൊണ്ട് റിയലൈസ് ചെയ്യിപ്പിച്ചൊരു കാര്യമാണത്. ഒരു സ്ഥലത്തും ഇഫ് യു ആർ അതല്ലെങ്കിൽ ഓർ യു കാൻ കോൺട്രിബ്യൂട്ട് എനിത്തിങ് ന്യൂ ടു ഇറ്റ്, അതും കൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഇല്ലാതെ ജസ്റ്റ് ലീവ് ഇറ്റ്. അതിപ്പോ കോർപ്പറേറ്റ് ജോബ് ആണെങ്കിലും എന്താണെങ്കിലും ജസ്റ്റ് ലീവ് ഇറ്റ്. അത്ര ഞാൻ പറയുന്നു.